പ്രണയിക്കുന്നവർ സൂക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കും. എങ്ങനെയാണെന്നല്ലേ? പ്രണയബന്ധത്തിലിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കാമെന്ന വാക്കിന്മേൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് അവരുടെ സമ്മതത്തോടു കൂടി ആണെങ്കിൽ കൂടി ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പ്രകാരം 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം പുരുഷന്മാർക്കായിരിക്കും ശിക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69? അത് എങ്ങനെയാണ് പുരുഷന്മാരെ ബാധിക്കുന്നത് എന്ന് നോക്കാം. 2024 ജൂലൈ 1 ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പുരാതന രീതികളിൽ നിന്നും ആധുനിക രീതിയിലേക്ക് വികസിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥ വ്യവസ്ഥകളിലെ ചിലത് നിലനിർത്തുകയും മറ്റു ചിലത് ഓവർ റൂൾ ചെയ്യുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69. വഞ്ചനാപരമായ വാഗ്ദാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക ബന്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ വകുപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് വിവാഹമോ ജോലിയോ സ്ഥാനക്കയറ്റമോ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച്. മാത്രമല്ല, വഞ്ചനാപരമായ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഈ വകുപ്പ് പ്രകാരം കഠിനമായ ശിക്ഷകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. പിഴയോടൊപ്പം തന്നെ 10 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കുന്നതാണ്. ഒരു വ്യക്തി വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ യഥാർത്ഥ ഉദ്ദേശമില്ലാതെ വിവാഹ വാഗ്ദാനത്തിലൂടെയോ മറ്റൊരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങളെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിയമപരമായ വ്യവസ്ഥകൾ പ്രകാരം ബലാത്സംഗം അല്ലെങ്കിലും നിയമപ്രകാരം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ശിക്ഷാർഹമാണെന്ന് ഈ വകുപ്പിൽ പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. ഇരയെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള തൊഴിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഐഡന്റിറ്റി മറയ്ക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച തെറ്റായ ഉറപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് വഞ്ചനാപരമായ മാർഗമെന്ന് നിയമനീതി മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ബലാത്സംഗമായി കണക്കാക്കാൻ പാടില്ലെന്നും ആ തരത്തിൽ അതിനെ വിചാരണ ചെയ്യാനാവില്ലെന്നും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പറയുന്നുണ്ട്. ഈ വകുപ്പ് പ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വ്യാജമോ ആത്മാർത്ഥതയില്ലാത്തതോ ആയ വാഗ്ദാനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. ഈ വകുപ്പ് പ്രകാരം സ്ത്രീകൾക്ക് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഈ വകുപ്പിന്റെ ഭാഷ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് ആവശ്യ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യയിൽ ഒരു സ്ത്രീക്കും പുരുഷനും മാത്രമേ നിയമപരമായി വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. യാതൊരു ഉദ്ദേശവും കൂടാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്ന വാചകം ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ ചെയ്താൽ മാത്രമേ ഈ വകുപ്പിന്റെ പരിധിയിൽ വരികയുള്ളൂ എന്നതിലേക്കാണ് ഈ വകുപ്പ് സൂചന നൽകുന്നത്. ഇത് 2 പോരായ്മകളിലേക്ക് നയിക്കും. ഒന്നാമത്തേത്, ഈ നിയമം പുരുഷ ഇരകളെ ഒഴിവാക്കുകയും മറ്റൊന്ന് പുരുഷ കുറ്റവാളികളുടെ സ്റ്റീരിയോടൈപ്പ് ശക്തിപ്പെടുത്തുകയും ചെയ്യും. പുരുഷന്മാർ മാത്രമാണ് കുറ്റവാളി എന്ന തരത്തിൽ സ്ത്രീകളെ കുറ്റവാളികളാക്കുന്നതിൽ ഇത് നിയമത്തെ നിഷ്ഫലമാക്കുകയാണ്. അതിനാൽ കുറ്റവാളിയുടെ നിർദ്ദേശപ്രകാരം വൈകാരികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് യാതൊരു സഹായവും ലഭിക്കില്ല. ഈ വകുപ്പിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വിവാഹത്തിന് മുൻപുള്ള മനഃപൂർവ്വ ലൈംഗിക ബന്ധങ്ങളെ അപകീർത്തിപ്പെടുത്താനും ക്രിമിനൽ കുറ്റമാക്കാനും ഈ കേസിലെ കക്ഷികൾക്ക് മാത്രമല്ല മറ്റു പലർക്കും ഇത് ദുരുപയോഗം ചെയ്യാനാകും എന്നതാണ്. വിശുദ്ധിയുടെയും കന്യകാത്വത്തിന്റെയും സങ്കല്പങ്ങൾക്ക് കാര്യമായ പ്രാധാന്യം നൽകുന്ന നമ്മുടേതുപോലെയുള്ള സമൂഹത്തിൽ ഇത് വളരെ ദോഷകരമാണ്. കൂടാതെ അത് മനുഷ്യനിൽ ദുരുദ്ദേശപരമായ ആരോപണങ്ങളുടെ പേരിൽ കുറ്റവാളിയാക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ടാക്കുകയും പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള അവകാശത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള സ്വകാര്യതയ്ക്കുള്ള ജനങ്ങളുടെ അവകാശത്തെയും ഈ വകുപ്പ് ലംഘിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 ലൈംഗിക കുറ്റകൃത്യത്തെ ബലാത്സംഗത്തിന് തുല്യമാക്കുന്നില്ല.
തെറ്റായ വാഗ്ദാനത്തിലൂടെ പ്രേരിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഇത്തരം കേസുകൾ ഇന്ത്യൻ പീനൽ കോഡിലെ 90-ാം വകുപ്പിനൊപ്പം 375-ാം വകുപ്പ് പ്രകാരം കൈകാര്യം ചെയ്തിരുന്നു. ഇവിടെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69-ൽ പറയുന്നത് ബന്ധത്തിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ തകർന്ന വാഗ്ദാനവും തെറ്റായ വാഗ്ദാനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അതായത് ഒന്ന്, വാഗ്ദാനം നൽകുന്നയാൾ ഒരിക്കലും നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത വാഗ്ദാനമാണ്. മറ്റൊന്ന്, വാഗ്ദാനം നൽകുമ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും പിന്നീടുള്ള സാഹചര്യങ്ങൾ കാരണം അത് നിറവേറ്റാൻ സാധിച്ചില്ല എന്നുള്ള വാഗ്ദാനമാണ്. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ യഥാർത്ഥ സ്നേഹവും മറ്റ് സാധ്യതയുള്ള കാരണങ്ങളുമായി തന്റെ പങ്കാളിയെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ദമ്പതികൾ പിരിഞ്ഞു. അത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീ തന്റെ സ്ഥാനം ചൂഷണം ചെയ്യുകയും ദുരുദ്ദേശത്തോടെ പുരുഷനെതിരെ നിയമ നടപടിയെടുക്കുകയും ചെയ്യാം. ബന്ധമില്ലാത്ത കാരണങ്ങളാൽ വാഗ്ദാനം ലംഘിക്കപ്പെട്ടുവെന്ന് തെളിയിക്കാൻ പുരുഷൻ പരാജയപ്പെട്ടാൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും. ഇത്തരത്തിലൊരു വാഗ്ദാനം ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു സ്ത്രീയുടെ ആരോപണം മാത്രമാണെങ്കിൽ പോലും നിയമം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പ്രൊമോഷന്റെ വാഗ്ദാനത്തിൽ ഒരിക്കലും അവരുടെ ബന്ധം സാധ്യമാകില്ലെങ്കിലും ബോസിനെതിരെ ഒരു സ്ത്രീ ക്ഷുദ്രകരമായ രീതിയിൽ നടപടിയെടുക്കുന്നത് അത്തരത്തിലുള്ള മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ സ്ത്രീ സംരക്ഷണ നടപടിയായി ഉദ്ദേശിച്ചിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും തീവ്രമായ ദുരുപയോഗ സാധ്യതയുള്ളതുമാണ്. ഈ വകുപ്പ് പ്രധാനമായും ബാധിക്കുന്നത് പുരുഷന്മാരെയാണ്. ഈ വകുപ്പ് പ്രകാരം പുരുഷന്മാർക്കാണ് ശിക്ഷ ലഭിക്കുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിലൂടെയോ അല്ലെങ്കിൽ ജോലിയോ പ്രമോഷനോ നൽകാമെന്ന വാഗ്ദാനത്തിലൂടെയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പ്രകാരം അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഈ പുതിയ നിയമത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രണയിക്കുന്നവർ സൂക്ഷിച്ചോളൂ, ഇല്ലെങ്കിൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കും. പ്രണയബന്ധത്തിലിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കാമെന്ന വാക്കിന്മേൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് അവരുടെ സമ്മതത്തോടു കൂടി ആണെങ്കിൽ കൂടി ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പ്രകാരം 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.